എന്താണോ സർ തീയിൽ അണച്ചിട്ടുണ്ട് സർ. ഫയർഫോഴ്സ് ആക്റ്റീവ് ആണ്. പിന്നെ SSR ആണ് ആദ്യം എത്തിയത് സർ. പുള്ളിക്കാരൻ പറയും. സർ, ഈ ഏരിയയിലാണ് സംഭവം നടന്നത്. ടാങ്കർ അവിടെയാണ് മറിഞ്ഞത്. അണ്ണാ ഇത് പ്രശ്നമാണല്ലോ. ഇതിൽ 4 സൈഡിലും ചോർച്ചയുണ്ട്. അടിയിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ പൊട്ടലുണ്ട്. ഗ്യാസ് ഇവിടെ മുഴുവൻ സ്പ്രെഡായി കാണുമല്ലോ. അണ്ണാ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. റിഫൈനറിയിൽ നിന്ന് ആൾ വരാൻ എങ്ങനെ പോയാലും 5-6 മണിക്കൂർ എടുക്കും. നീ പാനിക് ആകാതെ ആദ്യം ആ ടാങ്കർ തണുപ്പിക്കാൻ നോക്ക്. അണ്ണാ പക്ഷേ നോക്ക്, ഇവിടെ അപകടം ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലാതെ വേവലാതിപ്പെടാനല്ല. 4 സൈഡിൽ നിന്ന് ടാങ്കർ തണുക്കുന്നവരെ വെള്ളം പമ്പിയണം. ഇനി എന്ത് സംഭവിച്ചാലും ഇതിനൊരു സൊല്യൂഷൻ കാണാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല പ്രസാദ്. പിന്നെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് സിറ്റുവേഷൻ വഷളാക്കരുത്. നമുക്കിത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഈ ഏരിയയിൽ 4 കോണിൽ നിന്നുള്ള കാറ്റിന്റെ ഗതിയും വേഗതയും റെക്കോർഡ് ചെയ്ത് റീഡിംഗ് ഇപ്പൊ തന്നെ എന്നെ ഏൽപ്പിക്കണം. ശരി സാർ. ഈ മൊമെന്റിൽ ഗ്യാസ് എവിടം വരെ സ്പ്രെഡ് ചെയ്തെന്ന് വ്യക്തമായി മാർക്ക് ചെയ്യണം. ശരി. പോയി ടാങ്കർ തണുപ്പിക്കടാ.